സൈക്കോസിന്റെ ഭാഗമായി 2023 ജനുവരിയിൽ അമേരിക്കയിലെ മാസച്യൂസെറ്റ്സിൽ ലിൻസെ ക്ലാൻസി എന്ന യുവതി തൻ്റെ 3 കുട്ടികളെ കൊന്നു. എന്നാൽ കുട്ടികളുടെ മരണത്തിൽ ആ അമ്മ ഉത്തരവാദിയല്ലെന്നും തക്ക സമയം മാനസികാരോഗ്യ ചികിത്സ ഉറപ്പുവരുത്താത്ത സ്റ്റേറ്റാണ് ഉത്തരവാദിയെന്നും ആ ജനത ഇപ്പോഴും വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. സമാന സംഭവം ഇങ്ങ് കേരളത്തിലെ തൃശൂർ എരുമപ്പെട്ടിയിലും നടന്നു. സയന എന്ന 29കാരി തൻ്റെ 3 മക്കളെയും കിണറ്റിലെറിഞ്ഞ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എന്നിട്ടെന്തായി എന്നല്ലേ, നേരെ വിയ്യൂർ ജയിലിലെത്തി. സ്വകുടുംബത്താലും ഭർത്തൃകുടുംബത്താലും ഉപേക്ഷിക്കപ്പെട്ട് ഒന്ന് ജാമ്യമെടുക്കാൻ പോലും ആരുമില്ലാതെ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുന്നു. ആദ്യം 2 കുട്ടികളെ എടുത്തിട്ട് ശേഷമാണ് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മരിക്കാൻ പോകുക എന്നുള്ളത് പറഞ്ഞത്. അത് ചെറിയ കുട്ടീനാണ് ഡാവ് എടുത്തായിരുന്നത്. അതിന് മുന്നേ മൂത്ത കുട്ടികളും 2 ഇട്ടിട്ടുണ്ട്. അത്രയും ടൈം കിണറ്റിലാണ് കുട്ടികൾ. 2024 ഏപ്രിൽ 9 തൃശൂർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ. ക്രൈം നമ്പർ 244/2024, വകുപ്പ് 302, 309. തൃശൂർ എരുമപ്പെട്ടി വെള്ളാറ്റഞ്ഞൂരിലെ പൂന്തിരുത്തിയിൽ അഖിലിന്റെ ഭാര്യ 29 വയസ്സുകാരി സയന മനസ്സ് വെന്തുരുകിയ ഒരു പകലിലാണ് തന്റെ 3 മക്കളുമായി കിണറ്റിൽ ചാടിയത്. 7, 5, 1.5 വയസ്സും പ്രായമുള്ള മക്കളിൽ മൂത്ത 2 ആൺകുട്ടികളായ അഭിജയും ആദിദേവും കൊല്ലപ്പെട്ടു. സൈനയെയും 1.5 വയസ്സുള്ള മകൾ ആഗ്നികയെയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. ചെറുതിനെ കിട്ടുമ്പോൾ നമ്മൾ ഇല്ല, നമ്മൾ വരുമ്പോൾ സൈനയുണ്ട്, പിന്നെ ചക്കനുണ്ട്. അങ്ങനെയാണ് സെറ്റപ്പായിട്ട് നിൽക്കണത്. ആ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ വരണത്. അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരേണ്ട അവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചെയ്യും. അപ്പോൾ ചേട്ടൻ്റെ മൂത്ത മോൻ ഉണ്ടായിരുന്നു അവിടെ. അവനാണ് ഇറങ്ങിയിട്ട് 2 കുട്ടികളൊക്കെ കയറ്റിയത്. അതിനുശേഷമാണ് നമ്മൾ ഇറങ്ങണത്. ഇറങ്ങിക്കഴിഞ്ഞ് ആ സൈന എന്നുള്ള പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. അവൾ തന്നെ ഫുള്ള് ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കിണർ പണിക്ക് പോകണ കാരണം നമുക്ക് അറിയാൻ പറ്റും. ഇത് മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ലാസ്റ്റ് എടുക്കണ കൊച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഓരോരുത്തരത്. എടുത്തപ്പോൾ തന്നെ ഞാൻ വച്ചിട്ടിങ്ങനെ എടുത്തപ്പോൾ തന്നെ കൊച്ച് ശേഷം സയന അറസ്റ്റിലായി. എരുമപ്പെട്ടി പോലീസ് 302, 309 വകുപ്പുകൾ ചേർത്ത് വിയ്യൂർ ജയിലിൽ അടച്ചു. സംഭവ സമയത്ത് ഇത്തരമൊരു കൃത്യത്തിന് സയനയെ പ്രേരിപ്പിച്ച മാനസികാവസ്ഥ എന്താണെന്നറിയാൻ ഭർത്താവ് അഖിലിനെ സമീപിച്ചു. ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ താല്പര്യമില്ലാത്ത അഖിൽ പറഞ്ഞ മറുപടി അവൾക്ക് മുഴുഭ്രാന്താണെന്നായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും അത്രയും കാലം താലോലിച്ച് വളർത്തിയ മക്കളെ കൊല്ലുമോ എന്ന് മറു ചോദ്യവും ഉയർത്തി. വാക്കുകളിലെല്ലാം ഒരിക്കൽ സയനയോട് ഉണ്ടായിരുന്ന പ്രണയം വെറുപ്പായി പുറത്തേക്കൊഴുകി. ഞങ്ങൾ തിരിച്ചു പോന്നു. അര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന ഇരുമതത്തിൽപ്പെട്ട അഖിലും സയനയും കുട്ടിക്കാലം തൊട്ടേ കാണുന്നവരാണ്. പ്രണയിച്ച് വിവാഹിതരായവർ. പക്ഷേ ഈയിടെയായി അഖിലിന്റെ സംശയരോഗം കാരണം വീട്ടിൽ കലഹം പതിവായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ സയന ഫോൺ പോലും ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മക്കളെ കൊന്ന സയനയെ രക്ഷപ്പെടുത്തിയത് ശരിയായില്ലെന്ന് പറയുന്നവർ ഇപ്പോഴും നാട്ടിലുണ്ടെന്ന് രക്ഷാപ്രവർത്തകനും സഹപാഠിയുമായ യദു പറയുന്നു. അതെ, സമൂഹത്തിന്റെ കണ്ണാടി പോലെ. ചെയ്തതിന് ശേഷം കുറെ ആൾക്കാർ പറഞ്ഞു അവളെന്തിനിങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് 2 പേര് പോയില്ലേ, അവള് രക്ഷപ്പെട്ടില്ലേ, അങ്ങനത്തെ സെറ്റപ്പിലാണ് നിന്നായിരുന്നത്. അതെ. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെ ജീവൻ പോയി, ഇവർ മാത്രം രക്ഷപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 2ഉം ചിന്തിക്കേണ്ടത് നമ്മൾ. അവരുടെ വീട്ടിലത്തെ പ്രശ്നവും അപ്പോഴാണ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. പക്ഷെ അത് നടന്നില്ല. നടന്നതിൽ 2 ജീവൻ പോയി. ഒന്ന് പ്രസവിച്ചല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ. 1 പ്രസവിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണ് മാത്രം രക്ഷപ്പെടുമ്പോൾ അവളൊരു ടെൻഷൻ.
മൊത്തത്തിൽ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിള്ളേരൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുക്കി കൊല്ലായിരുന്നു എന്നുള്ള സെറ്റപ്പാണ് ഞങ്ങളെല്ലാവരും പറയണേ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂവിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലത്തെ കുടുംബത്തിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളെ കൊണ്ടൊരു ആവശ്യമില്ല. പിന്നെ അവർ രക്ഷപ്പെട്ട് പോരുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാനസിക കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും പറയണത് ഇങ്ങനെ തന്നെയാണ്, മക്കളെ എന്തിനാ അവളങ്ങനെ ചെയ്തേ ഇങ്ങനെയാണ് പറയണത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് ചെറിയൊരു മാനസിക കാര്യങ്ങളൊക്കെ പോലെ ആയത്. വെറും കുടുംബകലഹത്തിനപ്പുറം മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. അതിനപ്പുറം സംഭവ സമയത്തെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന് സയന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. അന്വേഷണ മികവിൽ ഏറെ മുന്നിലെത്തിയ കേരള പോലീസ് പെരിനാറ്റൽ സൈക്കോസിസ് കേസുകളിലൊന്നും തന്നെ പ്രതികളുടെ മാനസികാരോഗ്യ ചരിത്രം തിരയാറില്ല. അപ്പോൾ ആ നിമിഷത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ അന്വേഷിക്കുകയുള്ളൂ, അതുമാത്രമേ എഴുതി പിടിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാത്ത വിധം നിയമക്കുരുക്കിലകപ്പെടുന്നു, മരണം വരെ അപമാനിക്കപ്പെടുന്നു, കുടുംബങ്ങളാലും നാട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട് ആരോരുമില്ലാത്തവരായി മാറുന്നു. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് പലപ്പോഴും, അതായത് ഡെലിവറി കഴിഞ്ഞ് 1 വർഷം എന്നുള്ളൊരു കാലയളവിൽ വരുന്നൊരു അസുഖം. പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ തുടക്കം 1 വർഷം അല്ലെങ്കിൽ 6 മാസത്തിലായിരിക്കാം. പലപ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു സൈക്കോസിസ് അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിൻ്റെ അവസ്ഥ പലപ്പോഴും നീളാറുണ്ട്. അതൊരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ആഫ്റ്റർ ഡെലിവറി പോലും നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത് 1-2 മിനിറ്റുകൾ ഉള്ള ഒരു കാര്യമല്ല ഈ ഒരു ടെസ്റ്റുകൾ. ഇതൊരു ദിവസങ്ങളോളം ഉള്ളൊരു ടെസ്റ്റുകൾ തന്നെയാണ്. അപ്പം അതിന് പലപ്പോഴും ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ട പരീക്ഷണം ആവശ്യമുണ്ട്. അതായത് ദിവസങ്ങൾ നീണ്ടതായിട്ട് അവർ ഒബ്സർവ് ചെയ്യണം. അമ്മയെ സീരിയൽ MSCs എന്നൊക്കെ പറയും. അമ്മയും നമുക്ക് കൃത്യമായിട്ട്, അപ്പോൾ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൃത്യമായ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയും ഒരു സൈക്യാട്രിക് വിദഗ്ധ പരിശീലനം ലഭിച്ച നേഴ്സുകളും അമ്മയെ 24/7 ഒബ്സർവേഷൻ തന്നെയാണ് നമ്മൾ അവിടെ പറയുന്നത്. എന്ന് ഇരുന്നാൽ മാത്രമാണ് അമ്മയ്ക്ക് വേണ്ട പരിപാലനം ചെയ്ത് നമ്മളൊരു ഒരു ഡയഗ്നോസിസിലെത്തണം. ഇതൊരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ ഇതുപോലെ ചെയ്യാനായിട്ടുള്ള കാരണം എന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ചെറുതായിട്ട് അമ്മയും കാര്യങ്ങളൊക്കെ വീട്ടുകാരൊക്കെ അവിടെ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മാനസികം പോലെ ആയി ഉണ്ടെന്നൊക്കെ പറയണേ. ഇല്ല, ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ടെൻഷനാവും, സാഹചര്യവും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അത് കുടുംബ ബന്ധമല്ലേ, അങ്ങനത്തെ സാഹചര്യം. ഇപ്പോൾ കുറച്ച് ആളുള്ളത് മോശമാണെന്നൊക്കെ പറയണേ. അത് ഓർമ്മയില്ല, അങ്ങനെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പറയണേ. ഒന്നും ക്ലിയർ അല്ല, ഇത് എവിടേക്കും പോകണില്ല. അത് അവരുടെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോഴും വിയ്യൂർ ജയിലിൽ തന്നെ തുടരുന്ന സയനയെ നേരിൽ കാണാൻ നിർവാഹമില്ല. കുറ്റപത്രം സമർപ്പിച്ചാലും ജാമ്യത്തിലെടുക്കാൻ ബന്ധുക്കൾ ആരും തന്നെ എത്താൻ സാധ്യതയില്ല. കാരണം ആകെയുള്ള പ്രായമുള്ള അച്ഛനാകട്ടെ ബധിരനും മൂകനുമാണ്. അവശേഷിക്കുന്ന ജീവിതം ഒരുപക്ഷേ സയന ജയിലിൽ തന്നെ ജീവിച്ചു തീർക്കണമായിരിക്കും. സ്വബോധത്തിൽ ഒരമ്മയും തൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുകയില്ല എന്നത് ഒരു പ്രകൃതി സത്യമാണ്. എന്നിട്ടും പെരിനാറ്റൽ സൈക്കോസിസ് കേസുകളിൽ അകപ്പെടുന്നവരെ ജയിലിലടക്കുന്ന പ്രാകൃത സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ ഇക്കഴിഞ്ഞ 1 നൂറ്റാണ്ടിനിടെ ഒരൊറ്റ സ്ത്രീക്ഷേമ സംഘടന പോലും രംഗത്ത് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, കേസുകളിൽ അകപ്പെടുന്നവർക്ക് മാനസിക രോഗമോ മറ്റു മാനസിക വൈകല്യങ്ങളോ ഇല്ലായിരുന്നുവെന്ന് സംശയാതീതമായി തെളിയിക്കേണ്ട ബാധ്യത ഉറപ്പായും ഒരു സർക്കാരിനുണ്ട്. അത്തരം ബാധ്യതകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നത് നിർത്തി നിയമങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ രാജ്യം തയ്യാറാകണം. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ഷംസുദ്ദീനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.